ഇന്നൊരു മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത്. മുട്ടക്കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം. സബോള 2 എണ്ണം ചെറുത്, തക്കാളി അതേപോലെ തന്നെ 2 എണ്ണം ചെറുത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു ചെറിയ 2 സ്പൂൺ, പിന്നെ 3 പച്ചമുളക് പൊടിച്ചത്, കറിവേപ്പില, തേങ്ങാപ്പാല്. ഇത് ഫസ്റ്റില് നമ്മൾ ഒരു മൂടി തേങ്ങയുടെ പാലാണിത്. ഇത് ഒരു മുറി തേങ്ങയുടെ പാലില് ഇത് ഫസ്റ്റ് പാല്, പിന്നെ സെക്കൻഡ് പാല് ഇത്. അത് പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ വേണം, മുട്ട വേണം, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം വേണം. അപ്പൊ നമ്മളിത് തുടങ്ങാം. മുളക് പൊടി ഈ സ്പൂണില് 1 സ്പൂണ് മുളക് പൊടി, ഇതേപോലെ 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണയൊക്കെ പാകത്തിന്, 5 മുട്ട. അത് നമ്മൾ പുഴുങ്ങിയതാ നടു പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഈ 1-ാം പാല് 2-ാം പാല് എന്താ സംഭവം? ആദ്യത്തെ പാല് നല്ല കട്ടി ഉണ്ടാവും, 2ാമത്തെ പാല് കട്ടി കുറഞ്ഞു. മിക്സിയില് ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് ഫസ്റ്റ് പാല് നമ്മൾ കുറച്ച് ഉണ്ടാവുള്ളൂ, അത് മാറ്റി വെച്ചു. പിന്നെ 2ാമത്തെ പാല് നമ്മൾ തക്കാളി സവാളയൊക്കെ വഴന്ന് വരുമ്പോൾ അതിൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതൊക്കെ ജോയിന്റ് ആയതിന്റെ ശേഷമാണ് ഈ ഒടുവിലാണ് ഈ പാൽ ഒഴിക്കുക. മിക്സിയിൽ അരച്ചിട്ട് ആദ്യം എടുക്കുന്ന പാല്, പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പാലാണ് 2ാമത്തെ പാല്. എനിക്ക് വേണ്ട എണ്ണ, സവാള ഒക്കെ വഴറ്റാനുള്ള എണ്ണ ഒഴിക്കണം. കുറച്ച് ഉപ്പിടാം, ഒരു ചെറിയ 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ടെടുക്കണം. ഈ ഇതെല്ലാം വഴി വരുമ്പോൾ കുറച്ചും കൂടി ഇട്ട് പാകത്തിന്. സവാള വാങ്ങില്ലെങ്കിൽ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തത് ചേർക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് തക്കാളി, തക്കാളി സവാള, ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളി എല്ലാം കളഞ്ഞു വേണം. നമ്മുടെ ഇതിലേക്ക് പൊടികളിടാം. മല്ലിപ്പൊടി ചെറിയ 2 സ്പൂണാണ്, മുളക് പൊടി ചെറിയ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതിലോട്ട് നമ്മൾ സെക്കൻഡ് പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ആ പാലും ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചിട്ട് മുട്ടയിട്ടാം. ഫസ്റ്റ് പാല് ഒഴിച്ച് 2ാം പാല്,
ഇത് 5 മുട്ടയ്ക്ക് വേണ്ട ചേരുവകളാണിത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളൊക്കെ കൂടുതൽ ചേരുവകളൊക്കെ എടുത്ത് ചെയ്യണം. ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ കുറച്ച് ഇട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഇടാം. അടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ 1 മിനിറ്റ് നേരം നമ്മൾ പാലൊഴിച്ചത് തിളച്ച് എല്ലാം കൂടി തിളച്ച് കഴിഞ്ഞു. ഇതിൽ ഫസ്റ്റ് പാൽ ഒഴിക്കുക. ഫസ്റ്റ് പാൽ ഒഴിക്കുമ്പോൾ സ്റ്റവ് ഓഫാക്കുക. ഇതിലേക്ക് പൊടിച്ച് വെച്ച മുട്ട മുട്ടക്കറിയുടെ പണി കഴിഞ്ഞു. സിമ്പിളായി വയ്ക്കാവുന്ന മുട്ടക്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം. മുട്ടക്കറി വെള്ളയപ്പത്തിലേക്കോ ചപ്പാത്തിയിലേക്കോ എല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്.